ولكن لا تبصرون. വിശ്വാസികളെ അള്ളാഹുവിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകമുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹു തന്റെ സുഹൃത്തുക്കളോട് പല സന്ദർഭത്തിലും പരലോകവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താറുള്ള ചില വചനങ്ങളിൽ ഒന്ന് ഇപ്രകാരമാണ്. മനുഷ്യനെ കുറിച്ച് ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, 3 കാര്യങ്ങൾ മനുഷ്യനിൽ ഇല്ലായിരുന്നുവെങ്കിൽ, 3 കാര്യങ്ങൾ മനുഷ്യർക്ക് സംഭവിക്കുകയില്ലെങ്കിൽ മനുഷ്യൻ എന്നും അഹങ്കാരിയായി ജീവിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വാചകത്തിലൂടെ നമ്മളോട് പറയുന്നത്. 3 കാര്യങ്ങൾ മനുഷ്യനെ ബാധിക്കുന്നതുണ്ട്. ആ 3 കാര്യങ്ങൾ മനുഷ്യർക്ക് ബാധിക്കുന്നില്ലെങ്കിൽ മനുഷ്യർ മരണം വരെ ഈ ലോകത്ത് ധിക്കാരികളും അഹങ്കാരികളുമായി കഴിയുമെന്നാണ് അദ്ദേഹം വിലയിരുത്തിയത്. ആ 3 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു, ലൗലാ സലാഹുൻ, ആ 3 കാര്യങ്ങൾ ആദം റഉസഹു, ആ 3 കാര്യങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യൻ അവന്റെ തല താഴ്ത്തൂലാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവന്റെ അഹങ്കാരം അവസാനിക്കൂല. മനുഷ്യൻ പല സന്ദർഭത്തിലും അവനെ അഹങ്കരിക്കാൻ കഴിയാതിരിക്കുന്നതും അവൻ പരാജയപ്പെട്ടു പോകുന്നതും ഈ 3 കാര്യങ്ങൾ മനുഷ്യൻ പിടികൂടുന്നത് കൊണ്ടാണ്. ഏതാണ് 3 കാര്യങ്ങൾ? അദ്ദേഹം എണ്ണി പറഞ്ഞു. ഒന്ന് അൽ ഫഖർ, പട്ടിണിയാണ്, ദാരിദ്ര്യം. രണ്ടാമത്തേത് വൽ മറദ്, രോഗമാണ്. മൂന്നാമത്തേത് വൽ മൗത്ത്, മരണമാണ്. ഈ 3 സംഗതി മനുഷ്യർക്ക് ബാധിക്കുന്നില്ലെങ്കിൽ അവരെന്നും ധിക്കാരിയായിരിക്കും, അവരെന്നും അഹങ്കാരിയായിരിക്കും. ഈ 3 മനുഷ്യനെ പേടിപ്പെടുത്തുന്ന, മനുഷ്യന്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കുന്ന, അവരെ വിനയാന്വിതനാക്കുന്ന 3 കാര്യങ്ങളാണ് അദ്ദേഹം എണ്ണിപ്പറഞ്ഞത്. ഒന്ന് പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം വന്നാൽ, ദാരിദ്ര്യവും അതേപോലെ തന്നെ കാശില്ലാത്ത ഒരു പട്ടിണിയുടെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ വന്നാൽ എല്ലാവരുടെയും തല താഴ്ന്നു പോകും, എല്ലാവരുടെയും വീമ്പ് പറയലും അഹങ്കാരവും അവസാനിക്കും, സമ്പത്തൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ആലോചിച്ചുകൊണ്ടാണ് നിങ്ങൾ. രണ്ടാമത്തത് രോഗമാണ്. രോഗത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. രോഗത്തിന്റെ മുന്നിലൊക്കെ മനുഷ്യൻ പരാജയപ്പെട്ടു. മാരകമായ പല രോഗങ്ങൾക്ക് മുന്നിലും മനുഷ്യൻ പരാജയപ്പെട്ടു പോയി. പിന്നെ മരണമാണ്. മരണത്തെ തടുക്കാൻ മനുഷ്യന് സാധ്യമല്ല. മരണത്തെ തടുക്കാൻ മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മരണത്തിന് മുന്നിലും ഈ 3 കാര്യങ്ങൾ വ്യാപകമായി നടക്കുന്ന സമയം വരുമ്പോൾ മനുഷ്യൻ എത്ര അഹങ്കാരിയാണെങ്കിലും എത്ര കിങ്കരനാണെങ്കിലും അവന്റെ തല കണ്ടുപോകും. മരണം എന്ന് പറയുന്നത് എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ്. ഈ ഭൂമിലോകത്തേക്ക് ജനിച്ച എല്ലാവരും മരിക്കും. മരിക്കാത്തവരായിട്ട് ഒരാളുമില്ല. എല്ലാവരും മരിക്കും. പ്രവാചകന്മാർ എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ട്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഒഴികെ. ഈസാ നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഈ മരിക്കും അവസാന നാളിൽ. ജനിച്ച എല്ലാവരും മരിക്കും. മരണത്തെ എഴുതിച്ചറിയുമെന്ന് മനുഷ്യരെയും ഈ ലോകത്തെയും മുഴുവനും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിൽ പഠിപ്പിക്കുകയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, രുചിച്ചറിയുക തന്നെ ചെയ്യും. മരിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എല്ലാവരും മരിക്കും. ഈ മരണവും ഈ ജീവിതവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ വേണ്ടി അല്ലല്ലോ അല്ലാഹു നമുക്ക് ജീവിതം നൽകിയത്. അങ്ങനെയാണോ? അങ്ങനല്ല. അല്ലാഹു നമ്മളെ ഈ ഭൂമിലോകത്തേക്ക് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, നമുക്കിവിടെ ജീവൻ നൽകിയത്, നമ്മളെ സൃഷ്ടിച്ചത് നമ്മളെ ഇഷ്ടം പോലെ ജീവിക്കാനല്ല. അതൊരു പരീക്ഷണമാണ്. മരണവും ഒരു പരീക്ഷണമാണ്. നമ്മുടെ മരണം നമുക്ക് പരീക്ഷണമാണ്. മറ്റുള്ളവരുടെ മരണങ്ങളും നമുക്ക് പരീക്ഷണമാണ്. അവിടെയൊക്കെ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്.
അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു പറയാണ്, ആ മരണങ്ങൾ കാണുമ്പോൾ, മരണങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അതിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ മരിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. മരണം ഒരു വേദനയാണ്. മരണം സന്തോഷമല്ലല്ലോ. മരണം ഒരിക്കലും സന്തോഷമല്ലല്ലോ. സന്തോഷമുള്ള അവസ്ഥ ഉണ്ടാകുക ആരാണ്? ചില രോഗികളൊക്കെ അങ്ങേയറ്റം പ്രയാസപ്പെട്ട് ഒരുപക്ഷെ കൂടെയുള്ള ആളുകൾ നോക്കുന്ന മക്കളും ബാപ്പയും ഭാര്യയും ഭർത്താവും ഒക്കെ വിചാരിക്കും, ഒന്ന് മരിച്ചു കിട്ടുകയാണെങ്കിൽ അതായിരുന്നല്ലോ എന്റെ ഉപ്പാക്ക് നല്ലത് എന്ന് പറയുന്ന ഒരവസ്ഥ വരാറുണ്ട്. അല്ലെങ്കിൽ എന്റെ മകൻ മരണപ്പെട്ട് കിട്ടുകയാണെങ്കിൽ അതാണ് അവര് നല്ലത് എന്ന് പറയുന്ന ഒരവസ്ഥ വരാറുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് അത്രയും വേദനിക്കുന്ന വളരെ മാരകവശങ്ങൾ വരും. അപ്പോ ആ സമയത്ത് നമുക്ക് നിർവാഹമില്ലെങ്കിൽ, മരിക്കാനൊരിക്കലും ഒതുക്കാൻ പാടില്ല, മരണത്തിലേക്ക് ആഗ്രഹിക്കാൻ പാടില്ല, എന്നെ മരിപ്പിക്കണേ പഠിച്ചവരെന്ന് പറയാൻ പാടില്ല, മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. അത് ശരി പഠിപ്പിച്ചതല്ല. പിന്നെ ആരാണ് മരണത്തെ ആഗ്രഹിക്കേണ്ടത്? നിർവാഹമില്ലാത്തൊരവസ്ഥ വന്നു. അങ്ങനത്തെ ചില രോഗങ്ങളുണ്ട്. നമ്മൾ കണ്ടാൽ തന്നെ അവർ പറയും, അവർക്ക് നല്ലത് മരിക്കായിരുന്നല്ലോ, അള്ളാഹുവിനെ മരിപ്പിക്കാൻ എത്ര നന്നായിരുന്നേ എന്ന്. അങ്ങനത്തെ ചില അസുഖങ്ങളുണ്ട്. അവിടെ അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. അല്ലാഹുമ്മ അഹീനി ഇദാ കാനത് ഹയാതു ഖൈറൻ ലി വതവഫനി ഇദാ കാനത് വഫാതു ഖൈറൻ ലി. അതൊരു പ്രാർത്ഥനയാണ്. അത് നമ്മൾ പഠിക്കണം. അതെന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിപ്പിക്കും. അതല്ല ഈ അവസ്ഥയിലേക്ക് ജീവിതമല്ല നല്ലത്, മരണമാണെങ്കിൽ വൈകിക്കും. അത് അങ്ങനത്തെ ഒരു നിർവാഹമില്ലാത്ത ഒരാൾ പറയേണ്ട പ്രാർത്ഥനയായിട്ടാണ് റസൂൽ പഠിപ്പിച്ചത്. ഞാൻ പറയുന്നത് മരണം അതൊരു വേദനയാണ്, അതൊരു പേടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മരണം ഒരു പേടിയാണ്. ആയിട്ട് റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് പേടിയുണ്ടായിരുന്നു. റസൂലുള്ളാഹിക്ക് പേടിയുണ്ട്. ആരാ റസൂൽ? അഷ്റഫുൽ ഖൽഖ്. എല്ലാ ഭാഗങ്ങളും കൊടുത്ത പ്രവാചകൻ. ആ കൊടുക്കപ്പെട്ട പ്രവാചകൻ അത് പേടിയുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും ഇരിക്കുന്ന അരികിലൂടെ, റസൂലുള്ളാഹിയുടെ അരികിലൂടെ മർറബി ജനാസ, ഒരു മയ്യത്ത്, ഒരു ജനാസ കൊണ്ടുപോയി. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജനാസ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിന്നു. സ്വഹാബികൾ അദ്ദേഹത്തിന്റെ കൂടെ എഴുന്നേറ്റ് നിന്നു. സ്വഹാബികളിൽ ചില ആളുകൾ പറയും, ഞങ്ങൾ ആ ജനാസയുടെ കൂടെ പോയി, അത് ചുമക്കാൻ വേണ്ടി, ആ ജനാസ ചുമക്കാനും വഹിക്കാനും വേണ്ടി പോയി. കുറച്ച് നിന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതൊരു മുസ്ലിമിന്റെ മയ്യത്തല്ല. റസൂലുള്ളാഹിയും സ്വഹാബത്തും എഴുന്നേറ്റ് മയ്യത്ത് കണ്ടപ്പോൾ റസൂലുള്ളാഹി എഴുന്നേറ്റപ്പോൾ സ്വഹാബത്ത് എഴുന്നേറ്റു. അവര് വേറെ സംസ്ഥാനത്തിലായിരുന്നു. അവരെ മുന്നിലൂടെ മയ്യത്ത് കൊണ്ടുവരപ്പെട്ടപ്പോൾ അവര് എഴുന്നേറ്റു. റസൂലുള്ളാഹി എഴുന്നേറ്റപ്പോൾ അവർ എഴുന്നേറ്റതാണ്. അപ്പൊ അവർ ആ മയ്യത്തിന്റെ കൂടെ അവർ പോയി. സ്വഹാബികൾ ചില ആളുകൾ പോയി അത് വഹിക്കാൻ വേണ്ടി, അതിനെ സഹായിക്കാൻ. അപ്പോഴാണ് മനസ്സിലായത് അത് മുസ്ലിമിന്റെ മയ്യത്തല്ല. അപ്പൊ സ്വഹാബികൾ തിരിച്ചു വന്നിട്ട് റസൂലുള്ളാഹിയെ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ അതൊരു ജൂതന്റെ മയ്യത്താണല്ലോ, പിന്നെ ഇതിനെ എഴുന്നേറ്റ് നിൽക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മറുപടി ഇതാണ്, അതൊരു ജൂതന്റെ മയ്യത്താണ്. ഇന്നലിൽ മൗതി ഫസഅ. ആരുടെ മരണമാണെങ്കിലും മരണം ഒരു പേടിയുള്ള സംഗതിയാണ്. ആര് മരണപ്പെടട്ടെ, മരണം മനുഷ്യരെ പേടിപ്പെടുത്തുന്ന ഒന്നാണ്, മരണം മനുഷ്യരെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കാൻ കാരണം ആ ജൂതനെ മാനിച്ച് എഴുന്നേറ്റതല്ല. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റത് ആ ജൂതനെ ബഹുമാനിച്ച് എഴുന്നേറ്റതല്ല. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റത് മരണത്തെ ബഹുമാനിച്ച് എഴുന്നേറ്റതാണ്. മരണത്തിന്റെ ആ ഒരു അളവുണ്ട്. ആര് മരിക്കുകയാണെങ്കിലും മരണം അതൊരു വല്ലാത്ത വേദന. അതിനെ ആ മരണത്തിന്റെ കാര്യത്തെ അംഗീകരിച്ച റസൂൽ എഴുന്നേറ്റതാണ്. അതാര് മരിക്കുകയാണെങ്കിലും മരണത്തിന് വേദനയുണ്ട്, മരണം പേടിയാണ് എന്നൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മരണപ്പെടുമ്പോൾ നമ്മുടെ ആ മരിക്കുന്ന വീട്ടിൽ അല്ലെങ്കിൽ ആ നാട്ടിൽ ആ സന്ദർഭത്തിൽ ആ സാഹചര്യത്തിൽ അവർക്ക് അന്തരീക്ഷമൊക്കെ മാറുകയാണല്ലോ, സന്തോഷങ്ങളൊക്കെ പോവാണല്ലോ. നമ്മുടെ എല്ലാവരുടെയും സന്തോഷം അവസാനിച്ച് കഴിഞ്ഞ ആഴ്ച നടന്ന ദുരന്തത്തിന്റെ വാർത്തകൾ ഇപ്പോഴും തെരച്ചിലാണല്ലോ. ഇപ്പോഴും തെരച്ചിലാണല്ലോ. നമ്മളെ വേണ്ടപ്പെട്ട സഹോദരി സഹോദരന്മാരൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോഴും കിട്ടിയിട്ടില്ലല്ലോ. എവിടെ പോയത്? പുഴയിലുണ്ടോന്നറിയില്ല, കരയിലുണ്ടോന്നറിയില്ല, കാട്ടിലുണ്ടോന്നറിയില്ല. ഇതൊക്കെ നമ്മൾ വേണ്ടപ്പെട്ട ആളുകളാണല്ലോ. ആ ദുരന്തത്തിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. മരണം ഒരു വേദനയാണ്, അതൊരു പ്രയാസമാണ്. മരണം വെക്കുന്ന നേരവും ആ സന്ദർഭവും റസൂലുള്ളാഹി അങ്ങനെയാണ് പഠിപ്പിച്ചത്.
ആലോചിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് നമ്മൾ നിരന്തരമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് ഹൈറും സമാധാനവും അവർക്ക് സ്വഭാവം നൽകുമാറാവട്ടെ. ആലോചിച്ചാൽ എന്താണ് അതിന്റെ വേദന? ഒരു സഹോദരൻ സൗദിയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞ സംഭവം നമുക്കറിയാം. 11 ആളുകൾ പോയി കുടുംബത്തിൽ, ആരുമില്ല. വീട് വെച്ച് നൽകാൻ ആളുകൾ പറഞ്ഞു. അവര് ചോദിച്ചു, എന്തിനാ വീട് അയക്കാ? വീട് ആരുമില്ലല്ലോ, പിന്നെ എന്തിനാണ്? ഒരു വല്ലാത്തൊരവസ്ഥ. മരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മരണത്തിന്റെ വേദനയും മരണത്തിന്റെ സാഹചര്യം അങ്ങനെയാണ് റസൂൽ പഠിപ്പിച്ചത്. അതൊരു പ്രയാസമുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ആര് മരണപ്പെട്ടാലും ആ വാർത്ത കേട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ ആ മരണത്തെ ബഹുമാനിച്ചു, അതിനെ ആദരിച്ചു. എവിടെ വെച്ച് മരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, എവിടെ വെച്ചിട്ടാ മരിക്കുക എന്ന് പറയുകയുള്ളൂ. കാലേശ്വരനാണ് കഴിഞ്ഞ ദുരന്തത്തിൽ വയനാട്ടിൽ മാത്രമൊന്നല്ല മരിച്ചത്. അവിടെ ജോലിക്ക് വന്നപ്പോഴൊക്കെ മരണപ്പെട്ടില്ലേ? വയനാടുകൾ പോയിട്ടുണ്ടല്ലോ. മരിക്കാനായിട്ട് ആരും അങ്ങോട്ട് വരില്ല. നീ അവിടെയല്ല, നമ്മുടെ നാട്ടിൽ എവിടെയാവട്ടെ, മരിക്കാനായിട്ട് ആരും ഒരു സ്ഥലത്തിന് പോകില്ല. ഇന്ന സ്ഥലത്ത് വെച്ച് നീ മരിക്കുമെന്ന് പറഞ്ഞാൽ അമ്മാരെ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകില്ല. എന്നാൽ മരണത്തെ നമുക്കൊരു ബേജാറും പേടിയുണ്ട്, ആരും അങ്ങോട്ട് പോകില്ല. പക്ഷെ എവിടെ വെച്ച് മരിക്കുമെന്ന് ആർക്കും അറിയില്ല. ഇല്ല, അള്ളാഹ് മാത്രമേ അറിയുള്ളൂ. അല്ലാഹുവിനെ മാത്രമേ അറിയുള്ളൂ. അല്ലാഹ് ഖുർആനിൽ പറയാം, വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, എവിടെ വെച്ച്, ഏത് സ്ഥലത്ത്, ഏത് നാട്ടിൽ വെച്ച്, എവിടെ വെച്ചിട്ടാ മരിക്കുക അത് ഒരാൾക്കും അറിയില്ല. അല്ലാഹുവിനെ മാത്രമേ അറിയുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഹദീസിൽ വിശദീകരിക്കുകയാണ്, ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു സഹോദരൻ മരണപ്പെട്ടാൽ ഇദാ അറാദല്ലാഹു ഖബ്ല അബ്ദിൻ ബിഅർളിൻ ജഅലഹു ബിഹാ ഹാജ. നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങോട്ട് പോയിട്ടല്ലേ അത് സംഭവിച്ചത്, ഇങ്ങനെ ആയിട്ടല്ലേ സംഭവിച്ചത്. ചില ആളുകൾ അങ്ങനെയുണ്ട്. നമ്മൾ ഗൾഫ്, നമ്മുടെ നാട്ടിൽപ്പെട്ട, നമ്മുടെ ഈ നാട്ടിൽപ്പെട്ട ഒരു സഹോദരൻ കഴിഞ്ഞ വർഷം ഗൾഫിൽ പോയല്ലോ. ഗൾഫ് പോയി, ഗൾഫിലേക്ക് എത്തി, ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി ഗൾഫിലെത്തി, ജോലിക്ക് പോയി, പിറ്റേ ദിവസം അവിടെ ഗൾഫിൽ ഇറങ്ങി. ആ ദിവസം തന്നെ ആ സഹോദരൻ മരണപ്പെട്ടു. മരിക്കാനായിട്ട് ഗൾഫിൽ പോയതാണ്. നമ്മൾ പറയലോ അങ്ങനെ, എന്തിനാ മരിക്കാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് പോയതായിരുന്നു. അങ്ങനെയൊക്കെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. ഗൾഫിൽ പോയി അവിടെ ഇറങ്ങി, നെഞ്ചുവേദന വന്നു, ശരീരക്കായി മരണപ്പെട്ടു. മരിക്കാനായിട്ട് ഗൾഫിൽ പോയി എന്ന് നമ്മൾ ആളുകൾ പറയും. അല്ല, അങ്ങനെയല്ല. നമ്മളെ കണ്ണിൽ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതേപോലെ തന്നെ പല സ്ഥലത്ത് നമ്മൾ പറയില്ല, ഇന്ന സ്ഥലത്ത് അങ്ങോട്ട് പോയി, ആ സമയത്ത് അവർ അതിലെ ആ കാറ്റടിച്ച സമയത്ത് അങ്ങോട്ട് പോയി, അപ്പോഴേക്കാ മരണം അറിയിക്കും. അങ്ങോട്ട് പോയത് കൊണ്ടല്ലേ, ഇങ്ങോട്ട് വന്നത് കൊണ്ടല്ലേ ഇപ്പൊ നമ്മൾ പറയാം. അങ്ങനെയല്ല, അതൊക്കെ നമ്മളുടെ ചില കാരണങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയണേ, ഒരാളെ അല്ലാഹു മരണപ്പെടുത്തണമെന്ന്, ഇന്ന സ്ഥലത്ത് വെച്ച് ഒരാൾ മരിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചതാണ്. അത് അല്ലാഹു നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ മരണം എവിടെ വെച്ച് എനിക്കറിയില്ല. അത് ഏത് സ്ഥലത്ത്, എന്റെ വീട്ടിലായിക്കോളുന്നില്ല, ഏത് നാട്ടിലാണ് പോലും എനിക്കറിയില്ല. നമ്മളൊക്കെ മരണം അങ്ങനെയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളൊക്കെ നമ്മുടെ ഈ നാട്ടിൽ വെച്ച് മരിക്കുമെന്ന്? ഒരാൾക്ക് ഒന്നും പറയാൻ കഴിയൂല. നമുക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ വീട്ടിൽ വെച്ച് മരിക്കുക, കുടുംബക്കാരെടുത്ത് വെച്ച് മരിക്കുക, അവസാന കാലത്ത് ഓരോ കൂടെ ജീവിക്കുക, ഓരോ കൂടെ മരിക്കുക. അത് മനുഷ്യന്റെ ആഗ്രഹമാണ്. ഇത് നടന്നോളൊന്നുമില്ലല്ലോ. അല്ലാഹു എങ്ങനെ ഏത് നാട്ടിൽ വെച്ച് മരിപ്പിക്കുമെന്ന് ഒരാൾക്ക് പറയും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒരാൾ അല്ലാഹു ഇന്ന സ്ഥലത്ത് വെച്ച് മരിപ്പിക്കുമെന്ന് തീരുമാനിച്ചാൽ ജഅലഹു ബിഹാ ഹാജ, അല്ലാഹു അവിടേക്ക് അവരുടെ ആവശ്യം ഉണ്ടാക്കും. ഒരാവശ്യം അവിടേക്ക് ഉണ്ടാക്കും, അവർ അങ്ങോട്ട് എത്തും. അങ്ങനെയാണല്ലോ. എന്തിനാ അങ്ങോട്ട് പോയത്? എന്തോ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ അവന്റെ ജോലി ആവശ്യത്തിന് പോയി, അല്ലെങ്കിൽ വേറെന്തോ ആവശ്യത്തിന് പോയി. അത് എന്തിനാ പോയത്? അത് അല്ലാഹു അവരവിടെ ആവശ്യമുണ്ടാക്കി. എന്തിനാ അല്ലാഹു ആവശ്യമുണ്ടാക്കിയത്? അവിടെ വെച്ച് മരിക്കുമെന്ന് റബ്ബിന്റെ തീരുമാനമാണ്. അങ്ങനെയാണ് മരണത്തിന്റെ അവസ്ഥ. എവിടെ വെച്ച് എങ്ങനെയെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്ന സ്ഥലത്ത് മനുഷ്യൻ മരണപ്പെടും. ഗൾഫിലൊക്കെ പോയിട്ട് ആളുകൾ ഗൾഫിൽ പോയിട്ടൊക്കെ മരണപ്പെട്ട് തിരിച്ചു കൊണ്ടുവരും. നമ്മൾ കാത്തിരിക്കും, എന്താ മരിച്ചിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ഒന്ന് കാണുകയും ചെയ്യാതെ വാപ്പാക്കും മാപ്പൊക്കെ മക്കൾക്ക് താല്പര്യം ഉണ്ടാകും. മരണപ്പെട്ട മയ്യത്ത് വേഗം മറമാനാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ ചിലപ്പോൾ കാണാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാകും. അത് ചില വാപ്പാക്കും അമ്മാക്കോ മക്കൾക്ക് അറിയാത്ത അവർ പറയും തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയും. കാരണം മനുഷ്യര് അറിയെങ്കിൽ പറഞ്ഞേക്കൂല, അങ്ങോട്ട് അറിയുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ആരും പറഞ്ഞേക്കൂല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരുടെയും മരണം അങ്ങനെയാണ്. എവിടെ വെച്ച് എന്തെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി അല്ലാഹുവിന്റെ റസൂലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. എന്താ നിങ്ങൾ എവിടെ വെച്ച് എപ്പോഴും മരിക്കും, അതിനു മുൻപ് മനുഷ്യൻ നന്നാവുക എന്നുള്ളതാണ്. മരണത്തിന് വേണ്ടി ഒരുങ്ങുക. നന്നാവുന്ന മരണത്തിന് വേണ്ടി ഒരുങ്ങുക, മരണത്തിന് വേണ്ടി തയ്യാറാവുക. അത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവം നമ്മളെ പഠിപ്പിച്ചത് മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവണം, മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയുടെ ഖബറിനരികിലൂടെ യാത്ര പോവുകയായിരുന്നു. ആ സമയത്ത് പ്രവാചകന്റെ കൂടെ സ്വഹാബികളുമുണ്ട്. ഹദീസിൽ പറയുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ ബിഖബറിൻ, ഒരു ഖബറിനരികിലൂടെ അല്ലാഹുവിന്റെ റസൂൽ യാത്ര പോവുകയാണ്. ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മൻ സ്വാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിൽ ആരാ കിടക്കുന്നത് ചോദിച്ചു സ്വഹാബികളോട്. ഒരു ഖബർ കണ്ടപ്പോൾ റസൂൽ ഈ ഖബറിൽ ആരാന്ന് ചോദിച്ചു. സ്വഹാബികൾ പറഞ്ഞു ഫഖാലു ഫുലാൻ, അല്ലാഹുവിന്റെ റസൂൽ അത് ഇന്ന വ്യക്തിയാണ് ആ ഖബറിൽ എന്ന് പറഞ്ഞു. സ്വഹാബികൾക്ക് അറിയാം അത് ഇന്ന ആളെ മറമാടിയ ഖബറാണെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അപ്പ സ്വഹാബത്തിൽ പഠിപ്പിച്ചു ഫഖാല റകഅതാനി അഹബ്ബു ഇലയ്യ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകും. റസൂൽ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഈ ദുനിയാവുണ്ടല്ലോ, ഇനി ബാക്കി വരുന്ന ദുനിയാവുണ്ടല്ലോ, ഈ ദുനിയാവിനേക്കാളും ഒക്കെ ഇദ്ദേഹത്തിന് നല്ലത്, ഇദ്ദേഹത്തിന് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് റസൂൽ പറയാണ് 2 റക്അത്ത് നിസ്കാരമാണ്. എന്താ പറയാൻ കാരണം അറിയോ? 2 റക്അത്ത് നമസ്കാരമാണ് ദുനിയാവിൽ മനുഷ്യനെ സമ്പാദിക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് അവൻ. എന്താ കാരണം? ഖബർ കണ്ടപ്പോൾ റസൂൽ പറഞ്ഞതാണ്. അതിപ്പോ നമുക്ക് മനസ്സിലാവില്ല. ആ ഖബറിന്റെ പ്രയാസം റസൂലുള്ള കണ്ടപ്പോൾ റസൂല പറയാണ് ഈ ദുനിയാവ് മുഴുവനുണ്ട് എപ്പോ കാണുന്നത്, ആ ദുനിയാവിനേക്കാളൊക്കെ എത്രയോ നല്ലത് മനുഷ്യന് 2 റക്അത്ത് നിസ്കാരമാണ്. ആ നിസ്കാരം അത് ഖബർക്ക് കിട്ടും, അത് പരലോകത്ത് കിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. മരണത്തിന് മുൻപ് സൽക്കർമ്മങ്ങൾ വർദ്ധിച്ച് മരണത്തെ നന്നാക്കുവാൻ, ഖബർ ജീവിതം നന്നാക്കുവാൻ നമ്മൾ ഒരുങ്ങണമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകനായി ഹദീസിൽ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പറയാണ് കുറേ മരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, കുറേ മരണങ്ങൾ. ആ മരണങ്ങളിൽ നമ്മൾ പാഠം ഉൾപ്പെടണം. റസൂൽ പറഞ്ഞു കുറെ മരണങ്ങൾ കണ്ടിട്ട് ആ മരണം കണ്ടിട്ട് മാറാത്ത മനുഷ്യന്മാരുണ്ടല്ലോ, അത് കണ്ടിട്ട് നന്നാകാത്ത ആളുകൾ പല വായനവും ഓരോട് പിന്നെ എന്ത് പറഞ്ഞ കാര്യം? ഒരു വഴുത് പറയാം, ഒരു പ്രസംഗം, ഒരു ഹുതുബ, ഒരു ഉപദേശം, ഇതിനേക്കാൾ എത്രയോ വലുതാണ്. ഏറ്റവും വലിയ ഉപദേശം കാര്യങ്ങൾ മരണമാണ് ഏറ്റവും വലിയ വഴത്, മരണമാണ് ഏറ്റവും വലിയ ഉപദേശകൻ. മരണത്തെക്കാൾ വേറൊരു ഉപദേശം വേറെ ഇല്ല. എന്താ? മരണം മനുഷ്യനെ നന്നാക്കുന്നതാണ്. മറ്റുള്ളവരുടെ മരണം നമുക്കൊരു പാഠമാണ്. മറ്റുള്ളവരുടെ മരണത്തിന്റെ ആ കാഴ്ചയും ആ പ്രയാസവും നമ്മൾ നന്നാകുവാനും നമ്മുടെ ജീവിതം നന്നാക്കുവാനും ഭാഗപ്പെടുത്താനുള്ള കാരണമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ നമ്മളെ പഠിപ്പിച്ചത്. ആ മരണത്തെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയില്ല, അത് നിർബന്ധമാണ്. മരിച്ചു പോകും. മരണത്തെ നിഷേധിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? അതായത് ഇങ്ങനെ പരലോകമൊന്നുമില്ല, മരണം പടച്ചവന്റെ തീരുമാനമൊന്നുമല്ല എന്ന് പറയുന്ന ആളുകൾ, ഇവരൊക്കെ ഈ മരണത്തെ അംഗീകരിക്കുന്ന, ഈ പരലോകത്തെ അംഗീകരിക്കുന്ന, ഖബറിനെ അംഗീകരിക്കുന്ന ഒരു സമയമുണ്ട് ദുനിയാവിൽ വെച്ചിട്ട്. പറയുന്നത് ആ മരിക്കാൻ നേരത്താണ്. മരിക്കാൻ നേരത്ത് വിശുദ്ധ ഖുർആനിലെ അല്ലാഹു സൂറത്ത് കാഫിർ അതാ പറഞ്ഞില്ലേ, വജാഅത്ത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഒരു വജാഅത്തായാണ്. സക്റാത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മരണവേദനയാണ്. മരണവേദന എല്ലാ മുസ്ലിമും കാഫിറും ഒക്കെ അനുഭവിക്കും, എല്ലാവരും അനുഭവിക്കും. മരണവേദന യാഥാർത്ഥ്യം കൊണ്ടുവരുന്നത് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഇതുവരെ നിഷേധിച്ച പരലോകമുണ്ടല്ലോ, ഇതുവരെ നിഷേധിച്ച ഖബറുണ്ടല്ലോ, ഇതുവരെ നിഷേധിച്ച മലക്കുകളുണ്ടല്ലോ, ഇതുവരെ നിഷേധിച്ച എല്ലാ സത്യങ്ങളും ഉണ്ടല്ലോ, ആ സത്യങ്ങളൊക്കെ നിങ്ങൾ മരിക്കുന്ന നേരത്തെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അല്ല പറയാം വജാഅത്ത് സക്റത്തുൽ മൗത്ത്, മരണത്തിന്റെ വേദന സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തരും. അത് ശരിക്കും കാണും മരിക്കുന്ന മനുഷ്യൻ, ശരിക്കും കാണും മരിക്കുന്ന മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ചോട്ടെ, ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ വാഖിയയിലെ ആയത്താണ്. ഈ ആയത്തിൽ അല്ലാഹു എന്താ പറയുന്നത്? ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം. മരിക്കുന്ന രംഗം നമ്മൾ വിശദീകരിക്കാൻ സമയമുണ്ടെങ്കിൽ സഹോദരന്മാരെ സഹോദരികളെ ഇതിന്റെ തഫ്സീറൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. ഇതിന്റെ തഫ്സീറൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. എന്തിനാണ് അത്? നമുക്കൊരു പേടിയും ഒരു ദഹയും ഹുശൂഉം ഉണ്ടാവും ഇങ്ങനെയുള്ള ആയത്തുകളിന്റെ തഫ്സീറുകൾ വായിക്കുമ്പോൾ. അല്ലാഹു പറയാണ് ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ മരിക്കുക, മരിക്കുന്ന സമയം. അല്ല പറയാ ആ സമയത്ത് മരണപ്പെടുന്ന വ്യക്തിയുടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ചുറ്റുപാടും ഉണ്ടാവും. സത്യമാണല്ലോ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഗതിയാണ്. മരിക്കുന്ന നേരത്ത്
ഈ റോഡ് തൊണ്ടക്കോയിൽ എത്തുമ്പോൾ പറയും, ഡോക്ടർ പറയും വേണ്ടപ്പെട്ടവരെ അറിയിച്ചോളി എന്ന് പറയും. അതെന്താ അധികം ഇയാൾ നീങ്ങി പോകൂല എന്ന് പറയുമ്പോൾ പറയും ഞാൻ കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിച്ചോളി കാണാനൊക്കെ വന്ന് കണ്ടോട്ടെ എന്ന് പറയും. ആ മരിക്കുന്ന നേരത്ത് വേണ്ടപ്പെട്ടവരൊക്കെ അടുത്തുണ്ടാവുമല്ലോ. അല്ല പറയണം ആ റോഡ് തൊണ്ടക്കോയിലെത്തുന്ന സമയത്ത് അൻതും തന്നൂറും നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കല്ലേ, മരിക്കുന്ന വ്യക്തിയുടെ മരണം നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കല്ലേ, നിങ്ങൾക്ക് എന്താ ആ മരണത്തെ തടുക്കാൻ കഴിയാത്തത്? എന്താ നിങ്ങൾക്ക് തടുക്കാൻ കഴിയാത്തത്? നിങ്ങൾക്ക് പലതും ചോദിക്കണമെന്നുണ്ട്, പലതും പറയണമെന്നുണ്ട്, ഒന്നും സാധിക്കുന്നില്ല. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. മരിക്കുന്ന നേരത്തെ ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾക്ക് നോക്കി നിൽക്കാതെ ഒന്നും കഴിയില്ല. റോഡ് തൊണ്ടക്കുള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഒരു അര നിമിഷ നേരത്തേക്ക് പോലും അത് തടുത്തു നിർത്താൻ ഒരു കുടുംബക്കാരനും ഒരു നാട്ടുകാരനും ഒരു സുഹൃത്തിനും കഴിയുന്നില്ല. ഒന്നും സാധ്യമല്ല. അങ്ങനത്തെ മരണത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ അല്ല പറയാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. റോഡ് തൊണ്ടക്കുള്ളിലേക്ക് എത്തുമ്പോൾ ആ ഒരു വെപ്രാളവും ബേജാറുണ്ട്. ആ ഒരു വെപ്രാളവും ബേജാറും അല്ലാഹു വിശുദ്ധമായ സൂറത്തുൽ ഖിയാമയിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചു. കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സ്സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിൽ മസാഖ്. ഈ ദുനിയാവിൽ ഞാൻ നിങ്ങളൊക്കെ അനുഭവിക്കാനിരിക്കുന്ന ആ ഒരു രംഗം ഖുർആൻ പറഞ്ഞു സൂറത്തുൽ ഖിയാമയിൽ. ഈ സൂറത്ത് നമ്മൾ പഠിക്കേണ്ട സൂറത്താണ്. മരണവും മരണവേദനയൊക്കെ വിശാലമായിട്ട് വിശദീകരിക്കുന്ന സൂറത്താണ്. റൂഹ് തൊണ്ടക്കുള്ളിലേക്ക് എത്തുകയാണ്. ഇതെല്ലാം മരിക്കുന്ന വ്യക്തിക്ക് അവൻ അന്ന് വരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത വേദന, മരണവേദനയാണ്. അന്ന് വരെ ഒരു മനുഷ്യൻ അനുഭവിക്കാത്ത വെപ്രാളവും വേദനയുമാണ് മരിക്കുന്ന നേരത്തെ. ആർക്ക്? നമുക്ക് ഓരോരുത്തർക്കും. നമ്മുടെ ഉമ്മയും വാപ്പയും മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ അനുഭവിച്ചവരും അനുഭവിക്കാനിരിക്കുന്നവരുമാണത്. ആ സമയത്ത് ചോദിക്കാണ് ആരാണ് മന്ത്രിക്കാനുള്ളത്? ഒരു ആശ്വാസത്തിന്, ഒരു ശിവ നൽകാൻ, സമാധാനത്തിന് വേണ്ടി മന്ത്രിക്കാൻ ആരുണ്ട്? വല്ലാത്തൊരു അവസ്ഥയാണ്. എന്താ അങ്ങനെ ചോദിക്കാനും പറയാനുള്ള കാരണം? അവന് ബോധ്യപ്പെട്ടു എന്താ ഇനി മരിക്കുകയാണ്, ഇനി മരിക്കുകയാണ്. കണ്ണ് അടഞ്ഞു, ഭൗതിക ലോകത്തെ കാഴ്ചകളൊക്കെ അസ്തമിച്ചു. ഇനി ഇത് കാണൂല, തീർന്നു. ബാപ്പാന്റെ മുഖം കാണൂല, ഉമ്മാന്റെ മുഖം കാണൂല, മക്കളുടെ മുഖം കാണൂല, നമ്മുടെ വീട് കാണൂല, സമ്പത്ത് കാണൂല. ഭൗതിക ലോകത്തെ എല്ലാ കാഴ്ചയും അവസാനിച്ചു. ഇനി കാണാൻ പോകുന്ന കാഴ്ച പരലോകത്തിലെ കാഴ്ച, അത് ബർസഖിലെ കാഴ്ച, അത് നമ്മുടെ കണ്ണിൽ പെടാത്ത കാഴ്ചയാണ്. അതാണ് അല്ലാഹ് ഇങ്ങനെ മരിക്കാൻ അവർ ഉറപ്പിച്ചു. അപ്പം തന്നെ രണ്ട് കാലുകളും ഇങ്ങനെ കണങ്കാലുണ്ടല്ലോ, ഈ രണ്ട് കാലിന്റെ കണങ്കാൽ ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിണയും, ഒന്ന് കൂട്ടിപ്പിണയും. അത് നമ്മൾ കണ്ടിട്ട് നമ്മൾ ഈ മരണമാസനമാകുന്ന ആളുകൾ അടുത്ത് നിൽക്കുന്ന ആൾക്കറിയാം. ഒരു വലിവും കയ്യൊക്കെ ഒന്ന് ഇങ്ങനെ മുറുക്കലും. ഖുർആൻ പറയാണ് കണങ്കാൽ ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിണയും. എന്താണ്? മരണത്തിന്റെ വേദനയിൽ ഒന്ന്. എന്തിനാണ് നമ്മൾ അത്ര ചിന്തിക്കുന്നത്? ഒരു കോഴിനെ പിടിച്ച് അറക്കുന്ന സമയത്ത്, കോഴിനെ പിടിച്ച് അറക്കുമല്ലോ നമ്മൾ, കോഴിനെ പിടിച്ച് അറക്കുന്ന സമയത്ത് അതിന്റെ ഈ തൊണ്ടത് മുറിഞ്ഞു പോകുമ്പോ കോഴി കണ്ടില്ല ആ കാലോട് കടിച്ചിട്ട്. ഇത്ര ചെറിയ ജീവിയാ കോഴി. അപ്പൊ മനുഷ്യന്റെ അവസ്ഥ നമ്മളിത് മൃഗങ്ങൾ ഇറങ്ങുമ്പോ കാണുന്നുണ്ടല്ലോ. മനുഷ്യന്റെ റൂഹ് പോകുമ്പോ അവന്റെ കണങ്കാലികൾ പരസ്പരം കൂട്ടിയിരുന്നെങ്കിൽ അവൻ കളയും. അതെന്താ? ഈ പോക്കാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഗൗരവം നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദുരന്തങ്ങളും മരണങ്ങളും അപകടങ്ങളും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മരണത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാം. മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹുവിനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ശർറിൽ നിന്നും അപകടങ്ങളിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവണം. അൽഹംദുലില്ലാഹ് الحمد لله الواحد القهار العزيز الغفار مكبر الليل على النهار أما بعد اتقوا الله واتقوا. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥങ്ങളായി മുത്തഖികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം.
അവസാന നാളിൻ്റെ അടയാളമായിട്ട് കുറേ അടയാളങ്ങളുണ്ട് അതിൻ്റെ നാളിൽ, അവസാന നാളിൽ. അതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമായിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇപ്രകാരം: പെട്ടെന്നുള്ള മരണങ്ങൾ. ഈ പെട്ടെന്നുള്ള മരണങ്ങളുണ്ട്, അത് വർദ്ധിക്കല് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളാണ്. എന്ന് പറഞ്ഞാൽ രോഗമായി കിടന്ന് മരിക്കുന്നതല്ല. അതായത് പെട്ടെന്ന് ഈ ഭൂകമ്പങ്ങൾ ഉണ്ടായി, ദുരന്തങ്ങൾ ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീണ്, ഇങ്ങനെ എന്തൊക്കെ അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ. പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുക എന്നുള്ളത് അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. പെട്ടെന്നുള്ള മരണം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഷോക്കാണ് മനുഷ്യൻ. അത് നമുക്ക് അസുഖം വന്ന് മരിക്കും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ ദുരന്തങ്ങളും വെള്ളപ്പൊക്കം ഭൂമികുലുക്കും ഒക്കെ വന്നിട്ട് അങ്ങനെ മരിക്കും. ഒക്കെ പെട്ടെന്ന് ഒരു നിമിഷം നേരം കൊണ്ടൊക്കെ കഴിഞ്ഞത്. ഒരു പനി വന്നു, പെട്ടെന്നൊരു പനി വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 3-4 മണിക്കൂർ മരണപ്പെട്ട ആളുകളിൽ, 1 മണിക്കൂർ മരിക്കുന്ന ആളുകളിൽ അറ്റാക്ക് വന്ന് മരിക്കുക. അത് ആ മരണം കുടുംബത്തെ വല്ലാതെ വേദനിപ്പിക്കും, വല്ലാതെ പ്രയാസം ഉണ്ടാകും. പെട്ടെന്നുള്ള മരണം ഏത് മരണം തന്നെയാണ്. ഇത് വല്ലാതെ വ്യസന വേദന. നമ്മുടെ ഒരു സഹോദരന്റെ ഭാര്യ 42 വയസ്സാണ്, കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു. 42 വയസ്സാണ്, 5 മക്കളുണ്ട്. 42 വയസ്സായ സഹോദരിക്ക് ഇപ്പോൾ എത്ര, ആ കുട്ടികളെ പ്രായം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒരു കുഴപ്പമില്ലാത്ത ആരോഗ്യത്തോടു കൂടി നടക്കുന്ന സ്ത്രീയാണ്. പെട്ടെന്ന് ഒരു വേദന വന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ക്യാൻസറാണ്. അത് അങ്ങനെയൊക്കെ എത്തിക്കുന്നു, സ്റ്റേജ് 4 കഴിഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വളരെ കുറച്ച് ദിവസങ്ങളെ വന്നിട്ടുള്ളൂ. 1-2-3 ആഴ്ച പിന്നെ അങ്ങനെ കിടക്കേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ ഡോക്ടർ പറഞ്ഞു വെന്റിലേറ്ററിൽ ഉണ്ടാകും. ഡോക്ടർക്ക് മനസ്സിലായി വെന്റിലേറ്ററിൽ ഉണ്ടാകും, വീട്ടിലേക്ക് മടക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലാം കാണിക്കേണ്ടവരൊക്കെ കണ്ടോളിന്നാണ്, എല്ലാവരും അറിയിച്ചോളിന്നാണ്. ഡോക്ടർ പറഞ്ഞു 3 ദിവസം അതിനപ്പുറം പോരട്ടോ. ഓരോ നിഗമനമാണ്, മരണം വന്നാലേ കാര്യമാണ്. അവരെ ഒരു നിഗമനത്തിൽ അവർ പറഞ്ഞു 3 ദിവസം അതിനപ്പുറം പോകില്ല. ഈ ഭർത്താവ് എന്താ ചെയ്യുക? പെട്ടെന്ന് വന്നു. ഒരു ബിസിനസ്മാനാണ്, നമ്മളെ ഒരു നല്ല ബുദ്ധതിയായ തത്വയിലുള്ള ഒരു ദീനിയായ വ്യക്തിയാണ്, കുടുംബം ദീനിയാണ്, മക്കളുമായൊക്കെ തന്നെയാണ്. വല്ലാത്ത ടെൻഷൻ. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടു, കരയാൻ തുടങ്ങി. മക്കൾ അവസാനിച്ചോട്ടാണെങ്കിൽ 3 ദിവസമാണ് വീട്ടിൽ കിടത്തി. വീട്ടിൽ 3 ദിവസം ഇവര് പ്രതീക്ഷിക്കുക, 3-അപ്പുറം പോവല്ലേ എന്നറിയില്ല. ഇദ്ദേഹം പറയാണ്, ഇനിയിപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത്, എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പം പുഴവ വാങ്ങേണ്ടി വരുമോ, ഖബർ നേരത്തെ കുഴിച്ചു വെക്കേണ്ടി വരുമോ എന്ന് ചോദിക്കാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥയാണ്. മക്കളുടെ കാര്യം എന്താ ചെയ്യുക? 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം സഹോദരി മരണപ്പെട്ടു. 4-ാമത്തെ ദിവസം ഈ സഹോദരി മരണപ്പെട്ടു. ഈ മക്കൾ 2 വയസ്സായ കുട്ടിയാണ്. 2 വയസ്സായ കുട്ടി. ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാൻ ഉമ്മയുടെ. ഇതൊക്കെ മരണത്തിന്റെ വേദനയാണ്. നമ്മൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. അതിന് വല്ലാത്ത പ്രയാസമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ചോദിക്കും ഉമ്മ അവിടെ, പുറകുമ്പോൾ ചോദിക്കും ഉമ്മ അവിടെ. അതൊക്കെ അല്ലാഹു അവർക്ക് സ്വപ്നം നൽകട്ടെ, അവർക്ക് കരുത്ത് നൽകട്ടെ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം. പെട്ടെന്നുള്ള മരണങ്ങൾ ഇല്ലാതിരിക്കാൻ അതിന് പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചത്. പെട്ടെന്നുള്ള മരണങ്ങൾ ഇല്ലാതിരിക്കാനല്ല, പെട്ടെന്നുള്ള പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥന പഠിപ്പിച്ചത്. നമ്മളത് പ്രാർത്ഥിക്കാം. നമുക്ക് തടുക്കാൻ കഴിയില്ലല്ലോ, കൊടുക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പ്രാർത്ഥന ഉണ്ട്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാഇ നിഅമതിക വതഹഖുരി ആഫിയതിക വഫുജാഅതി നിഅമതിക വജമീഇ സഖ്തി. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുന്നത് പെട്ടെന്നുള്ള അപകടങ്ങളും പരീക്ഷണങ്ങളും വരാതിരിക്കാൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാഇ നിഅമതിക. അല്ലാഹുവേ, നിന്റെ നിഅമത്ത് നീങ്ങി പോകുന്നതിനെ കുറിച്ച് ഞാൻ അഭയം ചോദിക്കുന്നു. വതഹഖുരി ആഫിയതിക, ആരോഗ്യം നശിച്ചു പോകുന്നതിനെ കുറിച്ച്. വഫുജാഅതി നിഅമതിക, പെട്ടെന്ന് വരുന്ന പരീക്ഷണങ്ങൾ, അതിന്റെ ഫലം, പെട്ടെന്ന് വരുന്ന ആപത്ത്, അതിനെ തൊട്ട് ഞാൻ അഭയം ചോദിക്കുന്നു. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക. ബാക്കി അല്ലാതെ അടുത്താണ് തവക്കുലാക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. നമ്മളെ മക്കളെ ഈ പ്രാർത്ഥന പഠിപ്പിക്കുക. ഒന്നുകൂടെ ആവർത്തിക്കുന്നു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാഇ നിഅമതിക വതഹഖുരി ആഫിയതിക വഫുജാഅതി നിഅമതിക വജമീഇ സഖ്തിക. അല്ലാഹുവിന്റെ സകല കോപത്തിൽ നിന്നും രക്ഷ കാണാനുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. ബാക്കി അല്ലാഹുവിനെ തവക്കുലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. പ്രയാസം അനുഭവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും അല്ലാഹു അവർക്ക് ക്ഷമയും സഹനം നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار،
اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم توفنا مسلما والحقنا بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.